വ്യത്യസ്തമാവുന്ന എങ്ങനെയാണ്? എനിക്ക് എന്നോട് പറയുന്ന ആൻസറാണ്, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു സിനിമയെ സമീപിക്കുമ്പോൾ അതില് പൂർണ്ണമായും അതിന്റെ തിരക്കഥയിൽ ഞാൻ മുഴുകി കേട്ട് ജഡ്ജ് ചെയ്യാനിരിക്കാറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ക്യാരക്ടർ, സിനിമയുടെ ആകത്തുകയിലെ കഥ, അതാണ് ഞാൻ ഭാഗമാവുന്ന സിനിമകളുടെ ഭൂരിപക്ഷം. എന്നെ കൊണ്ടുള്ള അവരുടെ ആവശ്യം. രാജറാണിയുടെ കഥ കേട്ടപ്പോൾ നേരെ പറഞ്ഞ പോലെ ഒരു സിനിമ ഫാനായി, ഒരു മമ്മൂക്ക ഫാനായ ഒരു ക്യാരക്ടർ, ആ ടൈറ്റിൽ റോൾ നാൻസിയാണ് ആനപ്രിയ. ആ കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വളരെ നിർഭാഗ്യകമായ കാര്യങ്ങൾ, സന്തോഷകരമായ കാര്യങ്ങൾ, ഇതിന്റെ എല്ലാം ഒരു ട്രാവൽ ജേർണി ഓഫ് നാൻസിയാണ്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഷോട്ട് അഭിനയിച്ച് കഴിയുമ്പോൾ ഒരു സംവിധായകൻ കൈയടിക്കുന്നു. ഓരോ ഷോട്ട് കഴിയുമ്പോഴും അദ്ദേഹം കൈയടിക്കും. അപ്പൊ അദ്ദേഹം കൈയടിക്കുമ്പോ സ്വാഭാവികമായിട്ടും ഡയറക്ടറാണ്, ഓൾ ക്രൂ ക്ലാപ്പ് തരും. അത് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പെർഫോമറെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എൻകറേജ്മെന്റ് ആണ്. അപ്പൊ ഞാൻ മനുവിനോട് ചോദിച്ചു, ഇത് കളിയാക്കാനാണോ അതോ അത്രയൊക്കെ ഉണ്ടോ? അപ്പൊ മനു പറഞ്ഞില്ല, അത്രയൊക്കെ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ ഒരു പ്രോത്സാഹനമല്ല. അതൊരു മനുവിനെ പറ്റി ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അത്രയും ആർട്ടിസ്റ്റുകളെ കംഫർട്ടബിൾ ആക്കുന്ന, കൃത്യമായി സ്റ്റോറി നരേറ്റ് ചെയ്യുന്ന ഒരു നല്ല പ്രതിഭയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആർട്ടിസ്റ്റുകൾ അദ്ദേഹത്തിന്റെ സിനിമയോട് സഹകരിച്ചത്. പ്രൊഡ്യൂസറായിരുന്നു സീക്രട്ടിന്റെ റിവ്യൂ ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ ഞാൻ പ്രൊഡ്യൂസർ അല്ല, അതൊരു ഭയങ്കര പ്രതിപക്ഷ ബഹുമാനത്തോടെ വന്ന റിവ്യൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ എന്നെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നതാണ്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സമയത്ത് പോലും ധ്യാനവരാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അൺവാണ്ടഡ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിന്റെ റൈറ്റ് ആയിട്ട് ഡീൽ ചെയ്തിട്ടില്ല. അത് ഒഴിവാക്കാൻ പറ്റും അൺഫോർച്ചുനേറ്റ്. കാര്യം അതിന് ഫസ്റ്റ് ഓഫ് ഓൾ ധ്യാനല്ല ഉത്തരം പറയുന്നത്, ഡാർവിൻ ചേട്ടനായിരുന്നു ഉത്തരം പറയുന്നത്. ആ ചോദ്യം ചോദിച്ചാൽ കുട്ടിക്ക് ആ ചോദ്യം ചോദിക്കണമെന്നില്ലായിരുന്നു, ചോദിപ്പിച്ച ഫൈനലി മനസ്സിലായോ. അയാളൊരു മാധ്യമ പ്രവർത്തനം എന്നുള്ള രീതിയിൽ അയാൾ ചോദിക്കാം, അയാൾക്ക് അഡ്രസ് ചെയ്യാം. സോഷ്യലായിട്ട് ഉള്ള ഇഷ്യൂസിനെ കുറിച്ചോ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള ഇഷ്യൂസ് ഒക്കെ അയാൾ ചോദിക്കണം, വിസിൽ ബ്ലോവേഴ്സ് ആവണം. പക്ഷെ ചോദിച്ച ആളും അവർക്ക് പോയി. ചിലപ്പം അദ്ദേഹം ധ്യാൻ ഉദ്ദേശിച്ചത് ഒരു ഫണ്ണി ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും. അപ്പൊ എപ്പോഴും 99.9% അയാളുടെ ഉത്തരങ്ങൾ നമുക്ക് തമാശകരമായി കിട്ടാറുണ്ട്. 1% മിസ്സായി പോയി. അതിനെ അൺഫോർച്ചുനേറ്റ് ആണെന്ന് പറയുന്നത്, മനുഷ്യനല്ലേ. പക്ഷെ അത് മാത്രമല്ല തമാശ കാര്യമല്ല. ഒരു നേഷന്റെ ഒരു GDP-ക്കൊക്കെ കുറെ ബാധിക്കാവുന്ന അല്ലേ ഇത്രയും വലിയ ഇൻഡസ്ട്രിയാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. കുറച്ച് സിനിമകളെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ, 3 സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, 2 സിനിമ. അത് വെച്ചോണ്ട് ഈ കണക്കുകൾ പറയാൻ അറിയില്ല. ഒന്ന്, മലയാള സിനിമയ്ക്ക് പ്രേക്ഷകർ കൂടി തുടങ്ങിയത് കോവിഡിന് ശേഷമാണ്. അപ്പോഴാണ് പ്രേക്ഷകർ മനസ്സിലാക്കിയത് മലയാള സിനിമയുടെ യഥാർത്ഥ സ്ട്രെങ്ത് ഇരുന്നിരുന്നത് അതിന്റെ കണ്ടന്റിലാണ്. അതിപ്പോ തുടങ്ങിയ പ്രതിഭാസമൊന്നുമല്ല. 1960-കളിലും 70-കളിലും എന്ത് ചിഡ്നിന്ന് നമുക്ക് നാഷണൽ അവാർഡ് കിട്ടിയ സ്റ്റേറ്റ് ആണിത്. അപ്പം അത് ചെറിയ കാര്യമല്ല. പ്രസിഡന്റിന്റെ മെഡൽ കിട്ടിയ പടമാണ്. അന്നോട്ട് നമുക്ക് എന്തായാലും ഈ പണ്ട് പറയില്ലേ, നമുക്ക് ഒരുപാട് കാശില്ലാത്ത കുടുംബത്തിൽ സ്ഥിരമായി കേട്ടിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്കറിയില്ല. നന്നായി പഠിച്ച് നല്ല ജോലി വാങ്ങി കാശ് വാങ്ങി. അതുപോലെ നമുക്ക് നമ്മുടെ എഴുത്തും കണ്ടന്റും ഉള്ളൂ. നമുക്ക് ഒരുപാട് ബഡ്ജറ്റ് ഇട്ട് കളിക്കാനില്ല. ഇന്ന് അതിനൊരു ഇച്ചിരി ചെറിയ ഇത് വന്നിട്ടുണ്ട്. ബിക്കോസ് പോസ്റ്റ് കോവിഡ് കുറച്ചും കൂടി പ്രേക്ഷകരെ കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴേ നമ്മളതിനെ എഴുതി അതിനൊരു ജഡ്ജ്മെന്റിലോട്ട് എത്തണ്ട. വ്യക്തിപരമായി സെൻസർഷിപ്പിന് എതിരായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പ്രേക്ഷകരാണ് നേരത്തെ അജു പറഞ്ഞതുപോലെ യഥാർത്ഥ വിധികർത്താക്കൾ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരാളാണ് ഞാൻ. ഏത് തരം സിനിമകൾ വന്നാലും അതൊക്കെ തള്ളണോ കൊള്ളണോ എന്നൊക്കെ അറിയാനുള്ള പ്രബുദ്ധരായ ജനങ്ങളാണ് പ്രത്യേകിച്ച് കേരളത്തിൽ. പിന്നെ ഒരു സിനിമയാണ് ഇവിടെ വയലൻസ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നതോട് 1% പോലും എനിക്ക് യോജിക്കാൻ പറ്റില്ല. സിനിമ, ബഹുഭൂരിപക്ഷം സിനിമകളും നന്മയുള്ള ഹീറോന്റെ കഥകളാണ്. അതൊന്നും ആൾക്കാരെടുക്കാത്ത എന്താ? ഏതെങ്കിലും ഒരു സിനിമ വയലൻസ് കാണിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന വയലൻസുകളെ അതുമായിട്ട് കണക്ട് ചെയ്യാൻ, അല്ലാതെ സിനിമ സ്വാധീനിക്കുമെങ്കിൽ നമ്മളെല്ലാവരും ഹീറോസ് ആവേണ്ട ആൾക്കാർ, നല്ല മനുഷ്യരാവേണ്ട ആൾക്കാർ. അതിഭയങ്കരമായ
മയക്കുമരുന്നിന്റെ ഉപയോഗം. അങ്ങനെ ഷൂട്ടിലാണ് നേരത്തെ ഇങ്ങനെ ഒരു വിവാദം വന്നിരുന്ന ഒരു നടി പ്രൊമോഷനിൽ പങ്കെടുത്തില്ല എന്നൊരു ഇത് വന്നിരുന്നല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ സിനിമയല്ല ഓക്കെ. ഞങ്ങൾക്ക് പരാതിയില്ല. അല്ല, അതേപോലെ തന്നെ അതിന്റെ പോസ്റ്റേഴ്സ് ഒന്നും ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യോ അങ്ങനെ യാതൊരു ഇതൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. അഹാന നല്ലൊരു നടിയാണ്. അഹാനെ ഇപ്പൊ പറഞ്ഞ് ഇതുപോലെ ഷെയർ ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ മാക്സിമം എൻ്റെ ബെസ്റ്റ് അഹാന എന്നോട് സംസാരിച്ചിരുന്നു. പിന്നെ പ്രൊഡക്ഷനും PROസും എല്ലാവരും സംസാരിച്ചിരുന്നു, ലൈക്ക് മാക്സിമം കോപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു മനു ഉണ്ടായിരുന്ന സമയത്ത്, ഡയറക്ടർ ഉണ്ടായിരുന്ന സമയത്ത് മേ ബി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നിരിക്കാം. എനിവേ പുള്ളിക്കാർക്ക് ഇപ്പോഴും അത് മറന്നിട്ടുണ്ടാവില്ല. 3 years കഴിഞ്ഞു ഇപ്പം അങ്ങനെയാണെങ്കിലും. ആഫ്റ്റർ ഓൾ 3 വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മാനുഷിക പരിഗണന എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അവരതെല്ലാം മറന്ന് സഹകരിക്കേണ്ടതാണ്. അതുകൊണ്ട് എനിക്കറിയില്ല. ഇതുകൊണ്ടുകൂടിയാണോ പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നത്? കാരണം വെച്ചാൽ അതായത് പ്രൊമോഷൻ സമയത്ത് പ്രൊമോഷൻ സമയത്ത് അഭിനേതാക്കൾ പലപ്പോഴും സഹകരിക്കുന്നില്ല. ഇത് ആദ്യമായിട്ട് വരുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ആക്ടേഴ്സിന് പ്രതിഫലം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്ര ടൈം പീരീഡ് വെച്ചാണെങ്കിൽ ഒരു 30% ആദ്യമേ, പിന്നെ ഒരു ഡൗട്ട് കിട്ടിയ ഞാൻ തീർച്ചയായിട്ടില്ല. ഈ വിഭൂഷേട്ടന്റെ കാര്യവും ഈ കാര്യം എന്നുള്ള 2 കാര്യങ്ങൾ ഇതിപ്പോ റീസെന്റ് ആയിട്ട് നടന്നതാണെന്ന് പറയും. അല്ലാതെ ഇത് ഒരുപാട് സംഭവിക്കുന്നുണ്ടോ ഇൻഡസ്ട്രി? ഇന്നലെ വേറൊരു നമ്മൾ സ്ഥിരത്തിന് മുമ്പിലായതുകൊണ്ട് എനിക്കൊന്നും അവരുടെ ആക്ച്വൽ റീസൺസ് അസോസിയേഷൻ ഷൈജോമിന്റെ മറ്റൊരു ചിത്രത്തിൽ മറ്റൊരു നടി ഇതേപോലെ ചെയ്തിട്ടില്ല, പേര് പറയുന്നില്ല. എന്താ പറയുക, നിങ്ങൾ ചോദിക്കുമ്പോ മൈക്ക് വെച്ചാൽ ബെറ്റർ. ഇത് ഫീൽഡിൽ വരുമ്പോ ചോദ്യമില്ല, ഇവിടെ ഇരിക്കുന്നവർ വെറുതെ ഉത്തരം. ഇതിനു മുമ്പ് പല ഇൻസിഡന്റ് ഷൈജോമിന്റെ ഒരു ചിത്രത്തിൽ നായിക ഇതേപോലെ ചെയ്തിരുന്നു, വാർത്താസിന്റെ ചിത്രത്തിൽ ഇതേപോലെ സംഭവിച്ചിരുന്നു. ഇതിപ്പോ കുറച്ചായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. എനിക്കൊന്ന് കാശ് ആദ്യമേ കിട്ടുന്നതുകൊണ്ട് പിന്നെ പ്രൊമോഷന് വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു ചിന്താഗതിയാണ്. തീർച്ചയായിട്ടും എന്തെങ്കിലും ഇപ്പൊ നൈന പറഞ്ഞ പോലെ എന്തെങ്കിലും പേഴ്സണൽ റീസൺസ് ഉണ്ടാവാം. ഫ്യൂച്ചറിലായിരുന്നു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ് ഡയറക്ഷൻ. എൻ്റെ ഒരു ക്യാരക്ടറിന് മാച്ച് ആവുന്ന ജോലിയല്ല. ഞാൻ അത്രയും ഒരു ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളാണ്. ഒരു ഡയറക്ടറിന്റെ ജോലിയിൽ 10-21 ഡിപ്പാർട്ട്മെന്റ്സ് വരും. ഇതൊക്കെ വളരെ കോർഡിനേറ്റ് ചെയ്ത് ആ പറഞ്ഞ സമയത്ത് ഒരു പറഞ്ഞ നിശ്ചിത ബഡ്ജറ്റിൽ തീർക്കുക എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രഷറുള്ള ഒരു കാര്യമാണ്. എന്നെ കൊണ്ട് ചിലപ്പം അതിനുള്ളൊരു ആഗ്രഹമില്ല. എന്നാൽ എനിക്ക് എവിടെയോ ജയിക്കപ്പെട്ട് ഞാൻ അസിസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായി ഞാൻ ആസ്വദിക്കില്ല എന്ന് ഉറപ്പാണ്. ആസ്വദിക്കാത്തൊരു കാര്യം ചെയ്യാൻ നമ്മൾ താല്പര്യപ്പെടുന്നു. എങ്ങനെയാണ് അപ്പൊ ബേസിൽ ജോസഫിനെയും മിഥുൻ മാനുവൽ തോമസിനെയൊക്കെ മനസ്സിലാക്കിയത്? അവരുടെ പാഷൻ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? മനസ്സിലാക്കുക എന്നുള്ളത് പറഞ്ഞാൽ തെറ്റാണ്. ബിക്കോസ് ബേസിന്റെ പ്രേമ കാതരയാണോ ഞാൻ കണ്ടപ്പോഴാണ് ആ ക്രാഫ്റ്റ്, അയാളിൽ ഒരു നല്ല ക്രാഫ്റ്റ് ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നത്. അതിപ്പോ ഒരു നല്ല വർക്ക് കാണുന്നത്. മിഥുനോട് സംസാരിച്ചപ്പം മിഥുന്റെ ഒരു വൊക്കാബുലറി ഉണ്ട്. മിഥുന്റെ വൊക്കാബുലറി വളരെ രസകരമാണ്. അത്രയും എന്റെ പ്രായത്തിലുള്ള ഒരാൾ അത്രയും ചടുലമായിട്ട് നമ്മൾ പറയില്ല അനർഘ നിർഗളമായിട്ട് മലയാള പദങ്ങൾ യൂസ് ചെയ്യുന്നതൊക്കെ. അപ്പൊ ഞാൻ അത് ധരിച്ച് ഇങ്ങനെ ഒക്കെ സംസാരിക്കുന്നത് എന്റെ ഏജ് ഗ്രൂപ്പിലുള്ള ഒരാളാണ്. അത് ഇവരൊക്കെ ഭയങ്കര ടാലന്റായി നാളെ ഒരു മിന്നൽ മുരളി ഒന്നും ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അവരുടെ സഹായം ആവശ്യമാണ്. അവരെ കൊണ്ട് എനിക്ക് സഹായം കിട്ടും, അല്ലെങ്കിൽ എനിക്കൊരു ലേണിംഗ് കിട്ടും എന്നുള്ള എന്റെ ആവശ്യം നടക്കുന്നുള്ളതായിരുന്നു. ഞാൻ അവരിലോട്ട് പോയതാണ്. തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു മ്യൂച്വൽ ഹെൽപ്പായിരുന്നു ആ സമയം. അവർക്ക് എനിക്ക് അവരോട് വർക്ക് ചെയ്യുന്നത്, അവർക്ക് എന്നോട് വർക്ക് ചെയ്യുന്നത് മ്യൂച്വൽ ഹെൽപ്പാണ്. അത് ഗ്രോയിങ് അപ്പാണ്. നമ്മൾ അപ്പുറത്ത് ഒരു പെൻസിൽ ഒടിഞ്ഞു പോയാൽ തൊട്ടപ്പെട്ട കൂട്ടായിരുന്നു വാങ്ങി എഴുതി. അതിന്റെ പ്രൊഡ്യൂസർ ഇല്ല ലവകുശയെ കുറിച്ച് പറയുമ്പോൾ ഈ അവസരത്തിൽ പറയേണ്ട കാര്യം ബിക്കോസ് ഞാൻ ആദ്യമായിട്ട് ഒരൊറ്റ ഫോൺ കോളിൽ മലയാളത്തിൽ മെയിൻ സ്ട്രീം പ്രൊഡ്യൂസേഴ്സിന്റെ ഒരാളാണ്. ഓക്കെ, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് കൺട്രോളറായിട്ട് അല്ലേ വളരെ സീനിയർ ആയിട്ട് ഒരു വ്യക്തിയാണ്. ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ
ചേച്ചി ഞാൻ ചെയ്യാന്നുള്ള ഒറ്റ ഇത്ര എളുപ്പത്തിലൊരു പ്രൊജക്റ്റാണ് എന്റെ ലൈഫിൽ. അതായിരുന്നല്ലേ പക്ഷേ അതുകൊണ്ട് തന്നെ അത് വളരെ ഫേവറേറ്റ് ആണ് എനിക്കും നീരജിനും. അല്ലാതെ തന്നെ പല റീസൺ കൊണ്ട് ഇതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ചേച്ചിയുടെ ചേട്ടൻ്റെ ഫാമിലി ചേച്ചിയാണെങ്കിലും മോള് പുണ്യ അവരൊക്കെ നമുക്ക് ഭയങ്കര ഇത്രയും പേര് ഇത്രയും വർഷത്തേക്ക് പറയണമെങ്കിൽ അത്രയും അദ്ദേഹം ആ സെറ്റിൽ അവരോട് ഇടപെട്ടിട്ടുണ്ട്. ആ സിനിമയ്ക്ക് സെക്കൻഡ് പാർട്ട് ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. നീരജിന് ഭയങ്കര ആഗ്രഹമുണ്ട്. നീരജിനോട് വർക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ചിലപ്പോൾ സാധ്യതയാണ്. കാര്യം അവൻ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കും. ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ടോ അതിനെപ്പറ്റി എന്താണ്? തീർച്ചയായിട്ടും സിനിമ നൽകിയിട്ടുണ്ട്. ഇപ്പൊ നല്ല സിനിമകളെ മമ്മൂക്ക ഫാൻസ് എപ്പോഴും നെഞ്ചോട് ചേർത്തിട്ടുണ്ടെന്ന് അതേ രീതിയിൽ തന്നെ ഇതൊരു നല്ല മികച്ച സിനിമയായിട്ട് ആസ് എ പ്രൊഡ്യൂസർ ഞാൻ പറയുന്നു. ഇതിൽ അഭിനയിച്ചവരാണെങ്കിലും അത് തന്നെ പറയും എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും ഇതും ജനങ്ങൾ എന്തായാലും അല്ലെങ്കിൽ ഫാൻസ് എന്തായാലും ഏറ്റെടുക്കുന്ന ഒരു മൂവിയായിട്ട് തന്നെ പറയാം. എനിക്ക് തോന്നുന്നു 2023 സെപ്റ്റംബർ 7 സോങ് ഇറങ്ങിയിരുന്നു. അതും അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നു. എല്ലാവരും ഏറ്റെടുത്ത ഒരു സോങ് തന്നെയായിരുന്നു. ഇതും സിനിമയും അതേപോലെ തന്നെയാണ്. ഇതേപോലത്തെ ഉള്ള ഗെയിംസ് എൻഡോസ് ചെയ്തിട്ട് ഒരിക്കൽ നല്ല ക്രിറ്റിസിസം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. കോവിഡ് ടൈമിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ എനിക്ക് ഇതിൽ. പക്ഷെ അന്ന് ഞാനത് തിരുത്തി. ഞാൻ അതിൽ നിന്ന് ആ മാസം തന്നെ വിഡ്രോ ചെയ്തു. അഗ്രിമെന്റ് റീച്ച് ചെയ്തു. ഞാൻ പറഞ്ഞത് 100% അയാളുടെ ജെനുവിൻ അഭിപ്രായമാണെന്ന് ഞാൻ അയാളോട് ട്രാവൽ ചെയ്ത ഒരു ഫ്രണ്ടെന്നും ഒരു കോ ആക്ടറെന്നും പാർട്ട്ണറെന്നും പ്രൊഡക്ഷൻ ഹൗസിൽ വെച്ചുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം അത് ആ സമയത്തെ പുള്ളിയുടെ കൗണ്ടറിലെ ഒരു തമാശയ്ക്ക് കൈയടി. ഇപ്പോഴത്തെ അതിന്റെ റിയാലിറ്റി മനസ്സിലാക്കാത്ത അന്ന് കൈയടിച്ചവർ കൈയടിക്കുന്നുള്ള വിശ്വാസത്തില് പുള്ളി ഒരിക്കലും സോഷ്യലി കമ്മിറ്റ്മെന്റ് ഉള്ള ഇല്ലാത്ത ഒരാളായിട്ട് എനിക്ക് പുള്ളിയെ ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ചെറുപ്പത്തിന്റെ സമയത്ത് ഉള്ള ധ്യാനല്ല ഇന്നത്തെ. അപ്പൊ അതെന്തുകൊണ്ടാണ്? അതിന് സോഷ്യൽ കമ്മിറ്റ്മെന്റ് വന്നത് കൊണ്ടാണ്. ഈ കൈ നിങ്ങളൊക്കെ തന്നെ കൗണ്ടർ പറയുമ്പോൾ ചിരിച്ച് രസിപ്പിച്ച് ഈ പറഞ്ഞ പോലെ അയാളെ ട്രീറ്റ് ചെയ്തിട്ട് സീരിയസ് ചോദ്യം ചോദിക്കുമ്പോഴേ അയാൾ തമാശ പറയും അല്ലേ? അതപ്പോ പറയണം. അതിന് വ്യക്തമായ ഉത്തരവാണ് വേണ്ടിയില്ലെങ്കിൽ ഒരിക്കലും അവിടെ വെച്ചുള്ള ചോദ്യം അല്ലെങ്കിൽ ആ ഒരു സിനിമ പ്രൊമോഷൻ ഇടയിലല്ലായിരുന്നു ആ ചോദ്യം. നേരത്തെ മറ്റേ ടോപ്പിക് പോലെ. പക്ഷെ എന്റെ പേഴ്സണൽ ടേക്ക് ഇതാണ്. എന്ത് കാര്യവും നമ്മളുടെ സമൂഹത്തിൽ റോങ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ചെയ്യുവാണെങ്കിൽ ഐ ബീങ് എൻ ആക്ടർ പ്രേക്ഷകരെ അവരുടെ കാശിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് അവരോടൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇത് ഞാനും ആ ഗെയിം കഴിഞ്ഞ് എനിക്ക് ഇതേപോലെ അഡ്വൈസ് കിട്ടിയിട്ട് ഞാൻ തിരിച്ചറിഞ്ഞാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു അത് സത്യമാണ്. പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ സിനിമകൾ വളരെ ചൂസ് ചെയ്തെടുക്കാൻ തുടങ്ങിയോടെ അങ്ങനത്തെ നല്ല ഓഫേഴ്സ് വരുമ്പോൾ നമുക്ക് എടുക്കാൻ ഭയങ്കര ടെംപ്റ്റേഷൻ വരും. മനസ്സിലായി? നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് ഈ പറയുന്ന പോലെ സ്ഥിരമായിട്ടുള്ള സിനിമകൾ ഇല്ലാതാകുമ്പോൾ മറ്റേ നമുക്ക് എന്ത് സിനിമയും എന്ത് വേഷവും ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഇങ്ങനത്തെ ഓഫേഴ്സും പരസ്യങ്ങളൊന്നും വന്നാൽ നമുക്ക് തോന്നില്ല. പക്ഷെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യനല്ലേ, നമുക്ക് തോന്നും. പക്ഷെ അതിന് ഇങ്ങനത്തെ റോങ് ഇൻഫ്ലുവൻസ് ആണെങ്കിൽ അവോയ്ഡ് ചെയ്യുക. വേറെ ഇപ്പൊ വഴിയില്ല, എന്ത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോ സോഹൻസിൻ ചേട്ടൻ പറഞ്ഞു. പക്ഷെ അതിന് ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിനോട് എനിക്കൊരു ഞാൻ തിരിച്ചു ചോദിച്ച ചോദ്യം, ഇത് എന്തുകൊണ്ട് മറ്റ് പ്രമുഖ സൂപ്പർ സ്റ്റാർസ് ആയ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞ വ്യക്തികളോട് ഈ ചോദ്യം ചെല്ലുന്നില്ല, കേസുകൾ ചെല്ലുന്നില്ല. അപ്പൊ എന്റെ കൂടെ അന്ന് ഞാൻ അതേപോലെ ഒരു ഇതില് പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ ഞാൻ ആക്ച്വലി ഭയങ്കര ഇച്ചിരി സന്തോഷിക്കുന്ന കാര്യം, വിരാട് കോഹ്ലിയും തമന്നയും ഞാനും വരുന്ന കേസിലെ പ്രതികൾ. അപ്പൊ അത് ഞാൻ ഇച്ചിരി കൊള്ളാം, വിരാട് കോഹ്ലിക്ക് പിന്നെ അറിയാലോ എന്നുള്ളൊരു തോന്നലുണ്ടായി. പറയാൻ എവിടെയെങ്കിലും കണ്ട നമ്മളൊരു കേസിലെ പ്രതികളായിരുന്നു. പക്ഷെ അവർക്ക് എന്തുകൊണ്ടാ പ്രിവിലേജ് അപ്പം അല്ലെ? അപ്പൊ ധ്യാൻ ശ്രീനിവാസനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആർക്കും ഇതിവിടെ പെർമിസിബിൾ ആണ്. ഈ രണ്ടും ആ ഡബിൾ സ്റ്റാൻഡേർഡ് മാറ്റണ്ടേ? അല്ലാതെ സിഗരറ്റ് ഇവിടെ വിൽക്കാം, മദ്യം ഇവിടെ വിൽക്കാം, അത് മരിച്ചു പോകുന്ന നമുക്കറിയാം, ചെയ്താൽ ശരീരത്തിന് നല്ലതെന്നറിയാം, എന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നുള്ള വരുമാനം വേണം, അത് ചെയ്യുന്നത് തെറ്റ്. അതെന്താ പറയുക, അത് ഭയങ്കര നേർരേഖ. എനിക്കൊന്ന് സോഹൻ ചേട്ടൻ അതിനെ കുറിച്ചിട്ട്
അല്ല അജിച്ചേട്ടാ അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ കുറച്ചാൾ മുമ്പ് എനിക്കും അറിയില്ല ഇതിനെ കുറിച്ച്. അജിച്ചേട്ടാ ഇപ്പൊ ഷാറുഖ് ഖാനെയോ വിരാട് കോഹ്ലിയോ നമുക്ക് ഇതുപോലെ ചോദ്യം ചെയ്യാൻ കിട്ടാറില്ല, അതൊന്നാമത്തെ കാര്യം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കൊക്കെ അതെ അതെ, മാത്രല്ല എന്റെ ഒരു ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് മാത്രല്ല അവർക്കൊക്കെ അവരുടെ PR ടീമും അഡ്വക്കേറ്റ്സും ഏജൻസീസും ഇതിന്റെയൊക്കെ എല്ലാ നിയമവശങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് ഇതൊക്കെ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യൻ നിയമം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടപ്പോൾ അപ്പൊ ഒരു പൗരൻ എന്നുള്ള നിലയിൽ അത് ചെയ്യാൻ കൂടെ തോന്നിപ്പോകും. അപ്പോഴാണ് താങ്കൾ പറഞ്ഞത് സമൂഹത്തിനോടുള്ള കമ്മിറ്റ്മെന്റ്. യെസ്, അതൊരാൾ പേഴ്സണൽ ടേക്കാണ്. അത് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് തോന്നിയാൽ അത് ലെറ്റ് കറക്റ്റ്. ഞാനും അങ്ങനെ ഒരിക്കൽ ചെയ്തു, തെറ്റാണ് ചൂണ്ടിക്കാണിച്ച സമയത്ത് കറക്റ്റ്. തെറ്റ് ചെയ്യാത്തവരായിട്ടുള്ള എല്ലാവരും ബൗണ്ട് ടു മേക്ക് മിസ്റ്റേക്സ്. അതിലും അല്ലെങ്കിൽ മനുഷ്യനല്ല, അതുകൊണ്ട് ഭയങ്കര നമ്മള് ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യം. അന്ന് അയാൾക്ക് ഒരു എറർ പറ്റി ഉത്തരം പറഞ്ഞു, അടുത്ത നമ്മളെ ചിരിപ്പിച്ചതാണ്. അത് പുള്ളിക്ക് തെറ്റാണോ തോന്നിയുള്ളത് എനിക്കറിയാം. എനിക്കൊരു കറക്ഷൻ വേണം. ഇത് എനിക്ക് എന്റെ വേർഷനാണ് കേട്ടോ, അതായത് പ്രസ് മീറ്റിന്റെ. പുള്ളിക്ക് ഇത് തെറ്റാണോ തോന്നിയോ എന്ന് എനിക്കറിയില്ല. ഞാൻ വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യുന്നത് പറഞ്ഞു. തെറ്റാണ്, പിന്നെ ചെയ്യാതെ ഒന്നുകൂടെ ആളെന്നെ പറഞ്ഞു. അതിൽ തന്നെ അതിൽ പറയുന്നുണ്ട്. ഓക്കെ, ആ ചേട്ടനോട് ചോദിക്കാം. സിനിമയിൽ മാത്രം തകി ചേട്ടാ ആട് 3 ചേട്ടനെ പ്രതീക്ഷിക്കാമോ? അറിയത്തില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. ഷൂട്ടിന്റെ വിശേഷങ്ങളും പറഞ്ഞല്ലാതെ പൊന്നപ്പനെ കുറിച്ചൊന്നും പറഞ്ഞു. അവസാനം ഒരു മാസം കാണിച്ചു പോകുന്ന ഒരു ചതിയാണ്, അതിന് മാസാക്കാൻ പറ്റില്ല. തിരിച്ച് നാച്ചുറാളിലോട്ട് തന്നെ വരാം. നിങ്ങളുടെ സമയല്ലേ? ചോദ്യമുണ്ടോ? ഈ രേഖാചിത്രം എന്ന് പറയുന്ന സിനിമയിൽ ശരിക്കും അഭിനയിച്ചിട്ടില്ല, കൂടാണ് അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ആ സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ സമയത്തൊക്കെ അതിന്റെ ഉൾപ്പെടെയുള്ള ആളുകൾ മമ്മൂക്കയുടെ വീട്ടിലേക്ക് പോവുകയും അദ്ദേഹത്തെ കാണും. പിന്നീട് അതിന്റെ സക്സസ് സെലിബ്രേഷനിലൊക്കെ മമ്മൂക്ക വന്ന് എല്ലാവർക്കും കേക്ക് കൊടുക്കുന്നതൊക്കെ എല്ലാ സോഷ്യൽ മീഡിയയിലൊക്കെ ആഘോഷിക്കപ്പെട്ടെ. ഇതിനകത്ത് മമ്മൂക്കയുടെ ഒരു റെഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ മമ്മൂക്കായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ റിലീസിന് ശേഷം അദ്ദേഹത്തെ കാണാൻ ശ്രമിക്കുമോ? മമ്മൂട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും. പിന്നെ ഈ സക്സസ് സ്റ്റോറിക്ക് സക്സസ് സെലിബ്രേഷൻ ഇതിനെല്ലാം വന്നു എന്ന് പറഞ്ഞു. ആദ്യം മൂവി റിലീസ് ചെയ്തിട്ട് അതിന് ശേഷം ഇവിടുത്തെ സെലിബ്രേഷനും കാര്യങ്ങളും എല്ലാം